ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോർമലി ഫിസിയോതെറാപ്പി സ്റ്റുഡൻസിന് മെയിൻ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഈ ക്വസ്റ്റ്യൻ മേ ബി ഷോർട്ട് നോട്ടായിട്ടോ ഷോർട്ട് ആൻസർ ആയിട്ടോ ചോദിക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ എസ്സേൻ്റെ ഒരു പാർട്ടായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വരാം. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കീ പോയിൻറ്റ്സ് ആണ് നമ്മൾ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. And the question is normal PaCO2 and PaO2, partial pressure of oxygen and partial pressure of carbon dioxide. ഇതിൽ ആദ്യത്തത് PaO2, അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പാർഷ്യൽ പ്രഷർ എക്സേർട്ടഡ് ബൈ ഡിസോൾവ്ഡ് ഓക്സിജൻ ഓൺ ഏട്രിയൽ ബ്ലഡ്. ഏട്രിയൽ ബ്ലഡിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് എന്താണ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത്. ആൻഡ് ഇത് ബേസിക്കലി ഓക്സിജനേഷൻ്റെ എഫിഷ്യൻസിനെയാണ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് PaCO2, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ്. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസോൾവ്ഡ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് ഏട്രിയൽ ബ്ലഡിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് എന്താണ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആൽവിയോളാർ വെന്റിലേഷൻ എത്രത്തോളം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് നൗ ഇതിൻ്റെ നോർമൽ വാല്യൂസ്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 80 മുതൽ 100 വരെ mmHg ആണ്. ആൻഡ് അവറേജ് ആയിട്ട് നമുക്കിതിനെ 95 mmHg ആയിട്ട് എടുക്കാം. ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് 35 to 45 mmHg ആണ്. ആൻഡ് ഇതിൻ്റെ ഒരു അവറേജ് ആയിട്ട് നമുക്ക് എന്താണ് 40 mmHg ആയിട്ട് എടുക്കാം. mmHg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്ലിമീറ്റർ പെർ മെർക്കുറി. ആൻഡ് ഇതിൻ്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്താ എന്നുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇറ്റ് ഇൻഡിക്കേറ്റ് ദ ഓക്സിജനേഷൻ സ്റ്റാറ്റസ് ഓഫ് ഏട്രിയൽ ബ്ലഡ്. ഏട്രിയൽ ബ്ലഡിൻ്റെ ഓക്സിജനേഷൻ സ്റ്റാറ്റസിനെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ 80 mmHgയിലും താഴെയാണ് എന്നുണ്ടെങ്കിൽ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹൈപ്പോക്സീമിയ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷനാണ്. ഈ ഹൈപ്പോക്സീമിയ പല സിറ്റുവേഷൻസിലും ഉണ്ടാവാം. മെയിൻലി ന്യൂമോണിയ, പൾമണറി എഡിമ, COPD, ആസ്മ, ഹൈ ആൾട്ടിറ്റ്യൂഡ് ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ ലോ PaO2 കാണാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ഇത് നമ്മുടെ ലങ്സിൻ്റെ ഫങ്ഷനിങ്ങിന് എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇൻ കേസ് നമ്മുടെ ലങ് ഫങ്ഷനിങ്ങിൽ എന്തെങ്കിലും ഡിഫോൾട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്സിജൻ തെറാപ്പി എടുക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി ഇൻ ദ കേസ് ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എഫക്റ്റീവ്നെസ് ഓഫ് ആൽവിയോളാർ വെന്റിലേഷനെയാണ്. ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 45 mmHgയേക്കാളും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഇത് ഹൈപ്പർ കാപ്നിയ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷനാണ്. യൂഷ്വലി ഇത് ഹൈപ്പോ വെന്റിലേഷനുള്ള ആളുകളിലാണ് കാണുന്നത്. ഈ ഒരു കണ്ടീഷൻ COPD ഉള്ള ആളുകളിലും റെസ്പിറേറ്ററി ഡിപ്രഷൻസ് ഉള്ള ആളുകളിലും നമുക്ക് കാണാൻ പറ്റും. ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 35 mmHgയേക്കാളും കുറവാണ് എന്നുണ്ടെങ്കിൽ ഇത് ഹൈപ്പോ കാപ്നിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. യൂഷ്വലി ഹൈപ്പർ വെന്റിലേഷൻസ് ഉള്ള പേഷ്യൻസിലാണ് ഇത് കാണാൻ പറ്റുന്നത്. മെയിൻലി ആങ്സൈറ്റി, ഫീവർ, ഏർലി ആസ്മ അങ്ങനത്തെ കണ്ടീഷൻസൊക്കെ ഉള്ള ആളുകളിൽ. ആൻഡ് ഇനി പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനെയും പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിനെയും എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ആൽവിയോളാർ വെന്റിലേഷനാണ്. പിന്നെ വെന്റിലേഷൻ പെർഫ്യൂഷൻ V/Q റേഷ്യോ. അതുപോലെ തന്നെ ആൽവിയോളാർ കാപ്പിലറിയിലൂടെ നടക്കുന്ന ഗ്യാസ് എക്സ്ചേഞ്ചും ഇതിനെന്ത് ചെയ്യുന്നുണ്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്യാസ് എക്സ്ചേഞ്ചിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഏതെങ്കിലും ലങ് ഡിസീസസ് ഉണ്ടെങ്കിൽ അതും ഇതിനെ എഫക്റ്റ് ചെയ്യും. ആൻഡ് ഈ ഒരു ആൻസറിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു പിക്ചറും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ഈ ഒരു പിക്ചറിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ്റെയും പാർഷ്യൽ പ്രഷർ ഓഫ് CO2-ൻ്റെയും നോർമലായിട്ടുള്ള വാല്യൂസും ബാക്കി എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് ഒരു റെഫറൻസ് പിക്ചറും കൂടെ ആയിട്ട് അതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയും കീ പോയിൻറ്റ്സ് ആണ് നിങ്ങൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്.